IT പാർക്കുകളിൽ മദ്യഷോപ്പുകൾക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നു. അനന്തരം വിവരങ്ങളുമായുണ്ട്. അനന്തൻ, ഏറെ നാളുകളായി ചർച്ചയിലുള്ള വിഷയമാണ്. അതൊടുവിൽ ഔദ്യോഗികമായി അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുന്നു. എങ്ങനെയൊക്കെ ഈ മദ്യഷോപ്പുകൾ IT പാർക്കുകളിൽ നടത്താൻ കഴിയും, എന്തൊക്കെയാണ് മാനദണ്ഡങ്ങൾ? ദേവിഷ്, സംസ്ഥാന സർക്കാരിൻ്റെ മദ്യനയത്തിൻ്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തെ IT പാർക്കുകളിൽ മദ്യം വിളമ്പാനുള്ള ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോയത്. ഇതുമായി ബന്ധപ്പെട്ട ഉള്ള അനുമതി ഇപ്പോൾ ഔദ്യോഗികമായി വന്നിരിക്കുന്നു. ആ അനുമതി നൽകിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിജ്ഞാപനം ഉടൻ പുറത്തിറങ്ങും. വിവിധ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ലൈസൻസിനുള്ള അനുമതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്തെ IT പാർക്കുകളിലും കൊച്ചി ഇൻഫോ പാർക്കിലും ഓരോ മദ്യഷോപ്പുകൾ തുടങ്ങാനാണ് ഈ ഉത്തരവ് പ്രകാരം അനുമതി ലഭിച്ചിരിക്കുന്നത്. അതിൽ അതാത് IT പാർക്കുകളുടെ ഡെവലപ്പേഴ്സിൻ്റെ പേരിലായിരിക്കും ഈ മദ്യഷോപ്പുകളുടെ ലൈസൻസ് ഉണ്ടാവുക. ഈ IT പാർക്കുകൾക്കുള്ളിൽ ഓഫീസ് സ്ഥലം അല്ലാതെ ആ ക്യാമ്പസിനുള്ളിൽ പ്രത്യേക കെട്ടിടം ഈ മദ്യ വിളമ്പാൻ വേണ്ടി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതിനുവേണ്ടി പ്രത്യേക സജ്ജീകരണം ഒരുക്കണം എന്നുള്ളതാണ്. അതിനൊപ്പം തന്നെ ഈ IT പാർക്കുകളിലെ ജീവനക്കാർക്ക് മാത്രമാണ് ഈ ലിക്കർ ഷോപ്പുകളിൽ പ്രവേശനം അനുവദിക്കുകയുള്ളൂ. അതുകൂടാതെ ഈ IT പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുടെ ഔദ്യോഗിക അതിഥികൾക്കും മദ്യം നൽകാം എന്നുള്ള വ്യവസ്ഥയും ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. 10 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതുകൂടാതെ നിരവധി വ്യവസ്ഥകൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും ഈ ഉത്തരവ് പുറത്തിറങ്ങിയതോടുകൂടി സംസ്ഥാനത്തെ IT പാർക്കുകളുടെ ക്യാമ്പസുകളിൽ ഇനി മദ്യവിൽപ്പന നടക്കും. ഇതിന്റെ ഈ സമയക്രമമൊക്കെ എങ്ങനെയായിരിക്കും? പിന്നെ ഈ ലൈസൻസ് ഫീ 10 ലക്ഷമാണ്. അതിന് ലൈസൻസ് എടുക്കുന്നതിനുള്ളൊരു മാനദണ്ഡങ്ങൾ എങ്ങനെയാണ്? ഈ IT പാർക്കുകളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പുറമേ നിന്നുള്ള മറ്റ് ബാറടക്കം നടത്തുന്ന ആളുകൾക്ക് IT പാർക്കുകൾ ഇങ്ങനെയൊരു സംവിധാനം ഒരുക്കാനുള്ള വഴിയാണോ ഒരുങ്ങുന്നത്? നിലവിൽ IT പാർക്ക് ഡെവലപ്പേഴ്സ്, അതായത് IT പാർക്ക് ആരാണോ നിയന്ത്രിക്കുന്നത് അവരുടെ പേരിൽ ലൈസൻസ് എന്നാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പുറത്തുനിന്നുള്ള ബാർ ഉടമകൾക്കോ അതല്ലെങ്കിൽ മദ്യവിൽപ്പന നടത്തുന്ന ആൾക്കാർക്കോ ഈ ലൈസൻസ് ലഭിക്കുകയില്ലെന്നാണ് നമുക്ക് ഈ ഉത്തരവിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. 10 ലക്ഷം രൂപയാണ് ലൈസൻസ് ഫീസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. അതിനൊപ്പം തന്നെ ഈ മദ്യവിൽപ്പന ഈ അതാത് IT പാർക്കുകൾക്കുള്ളിൽ മാത്രം നിലനിർത്തണം എന്നുള്ള കർശന വ്യവസ്ഥകൾ ഈ ഉത്തരവിൽ പറയുന്നുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ IT പാർക്കുകളിലെ ജീവനക്കാർ അവിടുത്തെ വിവിധ കമ്പനികളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഈ ക്യാമ്പസിനുള്ളിലെ മദ്യ ഷോപ്പുകളിൽ പ്രവേശനം നൽകുക. അതുകൂടാതെ ഒരു ഇളവ് നൽകിയിരിക്കുന്നത് ഈ കമ്പനികൾ IT പാർക്കുകളിലെ കമ്പനികളിൽ വരുന്ന അതിഥികൾക്ക് പ്രത്യേക സാഹചര്യത്തിൽ അവർക്കും ഈ മദ്യം നൽകാം എന്നുള്ളൊരു ഇളവ് കൂടി ഈ ഉത്തരവിലുണ്ട്. അതല്ലാതെ അവിടെയുള്ള മദ്യം പുറത്തേക്ക് കൊണ്ടുപോകാനോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ആ ലൈസൻസ് ഉപയോഗിച്ച് പുറത്ത് മദ്യവിൽപ്പന നടത്തുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കർശനമായി ഈ ഉത്തരവിൽ നിയന്ത്രിച്ചിട്ടുമുണ്ട്. എന്ന് മുതലാണ് ഇത് പ്രാബല്യത്തിൽ വരിക? ഈ ഉത്തരവ് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ തുടർ കാര്യങ്ങൾ എങ്ങനെയാണ്? പക്ഷേ ഇപ്പോൾ നിലവിൽ ഉത്തരവ് പുറത്തിറങ്ങി കഴിഞ്ഞു. ഇനി വിജ്ഞാപനം പുറത്തു വന്നു കഴിഞ്ഞാൽ നിയമം ഈ ഒരു അനുമതി പ്രാബല്യത്തിലാകും. അതുകൊണ്ട് തന്നെ എത്രയും വേഗം പിന്നീട് ഇതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കാനും കഴിയും. എക്സൈസിന്റെ നിയന്ത്രണത്തിൽ തന്നെയാകും ഈ IT പാർക്കുകളിലെ മദ്യഷോപ്പുകളും പ്രവർത്തിക്കുക. അതൊക്കെ ഈ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ലൈസൻസിങ് പ്രോസസ്സ് അത് തുടങ്ങാനുള്ള അനുമതി തേടിയുള്ള നടപടിക്രമങ്ങളൊക്കെ എക്സൈസുമായി ബന്ധപ്പെട്ട് തന്നെയാകും നടക്കുക. ഏതായാലും വിജ്ഞാപനം പുറത്തിറങ്ങിയാൽ ഉടൻ അതിന്റെ നടപടികളിലേക്ക് അതത് IT പാർക്കുകൾക്ക് കടക്കാം. വിവരങ്ങൾ നൽകിയത്